ശ്രീമതി ഈ വിഷയത്തിൽ ശ്രീമതി ഡോക്ടർ എൽ സി ഉമൻ ഇവിടെ നമുക്ക് ഈ സാധാരണ ജീവിതം നയിക്കുന്ന പല ആളുകളെയും നമ്മളെയൊക്കെ മനസാക്ഷി ഉള്ളവരെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ കേട്ടൊരു സംഭവം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി പ്രസവിച്ചു. കൂടെ പഠിച്ചിരുന്ന ആളുമായി പ്രണയത്തിലായിരുന്നു, ആരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് നമുക്കറിയാം ചോറ്റാനിക്കരയിൽ അതിജീവിതയെ തല ഭിത്തിയിലിടിപ്പിച്ച് അതിനെ മൃതപ്രായമാക്കി കിടത്തിയിരിക്കുന്ന ഒരു യുവാവിൻ്റെ കഥ. ഏറ്റവും ഒടുവിൽ ഇന്നലെ തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിൽ തൻ്റെ സഹപാഠിയെ, കൂടെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിയെ കത്തികൊണ്ട് വല്ലാതെ പരിക്കേൽപ്പിച്ച ഒരാൾ, ആ കുട്ടിയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അങ്ങനെ ഓരോ ദിവസവും എന്തെന്ത് കാര്യങ്ങളാണ്. ഈ 2 വയസ്സുകാരിയെ എറിഞ്ഞു കൊല്ലുന്ന അമ്മാവൻ. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാര്യങ്ങൾ, ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെ നിരത്തി. ഇതെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ചെറിയ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓരോ സംഭവത്തിന്റെയും പിന്നിൽ വ്യത്യസ്ത കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ പൊതുവായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാത്തിനകത്തിലും നമുക്ക് ഉൾപ്പെടുത്തി പറയാവുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ചില ആൾക്കാർക്ക് അക്രമം കാണിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാനോ ഒക്കെ ജനിതകമായിട്ട് നിർണയിക്കപ്പെട്ട തലച്ചോറ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ അത് അങ്ങനെ നിൽക്കും. പക്ഷെ ഇത്തിരി വെള്ളവും തളിച്ചു കൊടുത്ത് സൂര്യപ്രകാശം കൊടുത്താൽ അത് പൊട്ടിമുളയ്ക്കും. അപ്പോൾ ഈ പൊട്ടിമുളയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് എൻവയൺമെന്റിൽ നിന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒളിഞ്ഞു കിടക്കുന്നതെല്ലാം പുറത്തേക്ക് വരുന്നതും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ്. പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സ്, സിന്തറ്റിക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഒക്കെയും ഉപയോഗിക്കുമ്പോൾ അക്രമം നടത്താനും അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാക്കാനും ക്രിമിനാലിറ്റിയുടെ ഒരു പശ്ചാത്തലം പ്രത്യേകിച്ചും ഉള്ളവർക്ക് അതൊക്കെ ഒരു മറയില്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഇപ്പോ എന്തൊരു കാര്യത്തിനും അറിവിന് ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ആ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവം തന്നെ ഗൂഗിളിലാണ് തപ്പിയത് ഏതാണ് ഏറ്റവും വിഷമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ആള് മരണപ്പെടാം. ഇതെല്ലാം ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗൂഗിളിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നൂതന സാങ്കേതിക വിദ്യയിൽ നിന്നും. അത് വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. കാരണം അതില്ലാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് പ്രയാസമാണ്. നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഒക്കെയും തന്നെ അത് അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ അത് ഇങ്ങനത്തെ ഒരു ക്രൈമിന് വേണ്ടിയിട്ടും കൂടെ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ എന്ത് ഇൻഫർമേഷനും വിരൽത്തുമ്പിലുണ്ട്. എന്തിനെക്കുറിച്ചും അവർക്ക് അത്യാവശ്യം ഒരു നോളജ് ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. അത് ഒരു ക്രൈം റേറ്റ് വർദ്ധിച്ചതിനൊരു പ്രധാന കാരണം തന്നെയാണ്. 3 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ എല്ലാവർക്കും, അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാ ജെൻഡേഴ്സിനും പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ സ്വാതന്ത്ര്യം കൂടുതലാണ്. സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. പക്ഷെ അതും ഒരു ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രൈം തീർച്ചയായിട്ടും കൂടും. പിന്നെ സാമ്പത്തികമായിട്ട് ശരിയാണ്, നമുക്ക് ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്നതിന് എങ്ങനെയെങ്കിലും പൈസ തട്ടിക്കൂട്ടുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ മാത്രം എടുത്താൽ ഫോൺ ആരാണ് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്? പേരൻസ് ആണ്. ഫോൺ ആരാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? കുറഞ്ഞത് ഒരു 5000 രൂപ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കയില്ല. അപ്പോൾ ഇതൊക്കെയും തന്നെ ആ അതിർവരമ്പുകൾ ഒന്നും കീപ്പ് ചെയ്യാതെ ഒന്ന് ചോദിക്കുമ്പോൾ 10 വാങ്ങിച്ചു കൊടുക്കുന്ന തരം ഒരു പാരന്റിന് അത് അതിനെക്കാട്ടിലും പ്രധാന ഘടകമാണ്. ഈ അടുത്തിടെ ഈ കുട്ടികളുടെ 2-3 നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് പുരോഗമനവാദികള് തർക്കിച്ചുകൊണ്ട് വന്നു, കുട്ടിക്ക് സ്നേഹം കൊടുക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ലാളന കൊടുക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശരിയാണ്, അതൊക്കെ ഒരു റീസൺ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം, അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. പേരൻസ് എല്ലാവരും ബിസി ആയിട്ട് ഓടുന്നവരെ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന പരിചരണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്നേഹം ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ബേസിക്കലി ആർക്കെങ്കിലും ഒരു കോണ്ടാക്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ, പെരുമാറ്റ പ്രശ്നമുണ്ടെങ്കിൽ, പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിരിപിരിപ്പ് സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലാളന കൊടുക്കാഞ്ഞിട്ടോ സ്നേഹം കൊടുക്കാഞ്ഞിട്ടോ സമയം കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, അവരുടെ തലച്ചോറ് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചികിത്സ തന്നെ വേണം. അങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യണം.
നമ്മൾ ഇത്രയും എല്ലാ രീതിയിലും അഡ്വാൻസ് ചെയ്തു. ഇത്രയും അഡ്വാൻസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു അഡ്വാൻസ്മെന്റ് വരുന്നില്ല? എന്തുകൊണ്ട് ഒരു മെന്റൽ ഹെൽത്ത് ലിറ്ററസിയും കൂടെ മുന്നോട്ട് വരുന്നില്ല? അപ്പൊ ഇങ്ങനെ പ്രശ്നകാരിയായിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരൊരു 14-ാമത്തെ വയസ്സിൽ ഒറ്റ സുപ്രഭാതത്തിൽ അവർ പൊട്ടിത്തെറിയും അക്രമവും കാണിക്കത്തില്ല. അത് ജനിച്ച നാൾ മുതലേ അവർ സാവകാശം അല്ലെങ്കിൽ സ്വഭാവേന കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ വൈകല്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ നേരത്തെ പിക്ക് ചെയ്ത് അത് അഡ്രസ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുന്നില്ല. പിന്നെ കുടുംബത്തിൽ വന്നിട്ടുള്ള ഒരു ഇഴയെടുപ്പമില്ലായ്മ അതൊരു പ്രധാന കാരണമാണ്. അതിനും ഒരു അത് നമ്മൾ സബ്ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നതും ഈ മൊബൈലിന്റെ അമിത യൂസ് തന്നെയാണ്. ഒരു റെസ്റ്റോറന്റിൽ പോയാൽ കുടുംബത്തിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 4 പേരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ കാണും. 4 പേരും ആ ചെയറിൽ ഇരുന്ന് ഈ ഫോണും കുത്തിയിരിക്കുന്നത് കാണാം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരെന്തിനാണ് റെസ്റ്റോറന്റിൽ വരുന്നതെന്ന്. ആ ഒരു ഫാമിലി ടൈമിൽ പോലും അധികം സമയം കവർന്നെടുക്കുന്നത് ഈ ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഴയെടുപ്പം കൂടുന്നു. അത് തന്നെയല്ല, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോ ഇതനുസരിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇതനുസരിച്ച് ക്രൈം വർദ്ധിക്കുന്നു, ഇതനുസരിച്ച് കുട്ടികളോടുള്ള അഫെക്ഷൻ കുറയുന്നു, കുട്ടികൾ സഫറേഴ്സ് ആകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ കണക്ടിവിറ്റി, പണ്ടത്തേനെക്കാട്ടിലും കൂടുതൽ കണക്ടിവിറ്റി ഇപ്പൊ ആൾക്കാർ തമ്മിലുണ്ട്. പണ്ട് ഒരു കത്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് കയ്യിൽ കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ 2 ആഴ്ച എടുക്കുമായിരുന്നു. അപ്പൊ കണക്ടിവിറ്റി അത്രയും കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ക്രൈം നടത്തണമെങ്കിൽ പോലും പലരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. പിന്നെ ഈ ചെന്താമരയുടെ താങ്കൾ സൂചിപ്പിച്ചു, അതായത് വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രതിയെ പിടിച്ചു. എനിക്ക് അതിനകത്തൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. കാര്യം എന്തെന്ന് വെച്ചാല് അത് ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാമായിരുന്ന ഒരു ക്രൈം ആയിരുന്നു ആ ഇരട്ട കൊലപാതകം. പല രീതിയിൽ പല സ്വഭാവ പ്രശ്നങ്ങൾ ആ പ്രതി കാണിച്ചത് നാട്ടുകാർ സാക്ഷിയാണ്. ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംശയരോഗം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം അയാളുടെ ജീവിതം തകർന്നുപോയി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും ഓരോ സൂചനകളാണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാം? എത്ര ഉദ്യോഗസ്ഥർക്ക് അറിയാം? ആ ആക്ട് അനുസരിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ പോലും ഈ ആക്ടിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ഈ MHCA ആക്ട് പ്രകാരം 2024 ഏപ്രിലില് കേരളത്തിൽ 5 മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ 5 റിവ്യൂ ബോർഡ്സും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനതൊന്നും പത്രത്തിലൊന്നും വായിച്ച് കണ്ടില്ല. ഞങ്ങൾ മീറ്റിംഗ് നടത്തിയപ്പോൾ മാത്രം ഒരു ചെറിയ ഒരു പീസ് ഒരു ഇൻഫർമേഷൻ വന്നതല്ലാതെ അതുപോലും ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ആ ആക്ട് പ്രകാരം ഈവൻ ഒരു നാട്ടുകാരനാണെങ്കിൽ പോലും അയൽവാസിക്കാണെങ്കിൽ പോലും ഒരാൾ തങ്ങളുടെ ജീവനോ മറ്റുള്ളവരുടെ ജീവനോ അല്ലെ ആ ആളിന്റെ ജീവനോ അപകടകാരിയാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പോലീസിനെ ഇൻഫോം ചെയ്യണം. അതിനകത്തിലെ സെക്ഷൻ 100 പ്രകാരം പോലീസിന് തീർച്ചയായിട്ടും റോളുണ്ട്. ആ ആളിനെ ആരെയാണെന്നുണ്ടെങ്കിലും എടുത്ത് അടുത്ത ഒരു മെന്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റിൽ കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് അതിനകത്തുണ്ട്. അതേപോലെ മജിസ്ട്രേറ്റ്, ഇത് ഓരോ ശരിയാണ്. അങ്ങനെ നമ്മുടെ പോലീസ് സംവിധാനത്തെ പൂർണ്ണമായും ന്യായീകരിച്ചല്ല ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ മാത്രം പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ചില അവസ്ഥകളും പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകാറുണ്ട് താനും. ശ്രീ